ഹായ് ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമി. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അമിതമായി പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റിയാക്ഷൻ 3 തരത്തിലാണ്. സാധാരണയായുള്ള നോർമൽ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് കുറഞ്ഞു പോയാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ഷൻ അമിതമായാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നു. സാധാരണയായി 4 തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ് കാണപ്പെടുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി 1 അനാഫിലാക്റ്റിക് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 2 സൈറ്റോടോക്സിക് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 3 ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 4 ഡിലേഡ് ഓർ സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ. യൂണിവേഴ്സൽ ആക്സെപ്റ്റഡ് നെമോണിക് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആസിഡ് എന്നാണ്. എ സ്റ്റാൻഡ്സ് ഫോർ അനാഫിലാക്സിസ്, സി സ്റ്റാൻഡ്സ് ഫോർ സൈറ്റോടോക്സിക്, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇമ്മ്യൂൺ കോംപ്ലക്സ്, ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിലേഡ് ടൈപ്പ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 1 ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന നെമോണിക് AHCHA. സെൻറ്ററിൽ സി വരും, അതിന് മുകളിൽ എച്ചും അതിന് മുകളിൽ എയും. AHCHA. A stands for antigen second type. H stands for human body. C stands for cross-link. H stands for histamine. A stands for anaphylaxis. നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ട് ചില ആൻറ്റിജൻസ് പ്രവേശിക്കുമ്പോൾ, ലൈക്ക് ഫോലൻ, സീ ഫുഡ് കഴിക്കുമ്പം, പീനട്ടിൽ നിന്ന്, ബീ സ്റ്റിങ്, എന്തെങ്കിലും പ്രാണികൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോറിൻ അലർജൻസ് ആദ്യമായിട്ട് ഹ്യൂമൻ ബോഡിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലെ T ഹെൽപ്പർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. TH1 ആൻഡ് TH2. ആക്ടിവേറ്റായ T ഹെൽപ്പർ സെൽസ് ഇൻ്റർലൂക്കിൻസ് IL5 ആൻഡ് IL4 റിലീസ് ചെയ്യും. IL5ഉം IL4ഉം സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഈസ്നോഫിൽസും അതുപോലെ ബാസോഫിൽസിൻ്റെയും പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഫോം ചെയ്യും. ബാസോഫിൽസും ഈസ്നോഫിൽസും ഇമ്യൂണോഗ്ലോബിൻ IgE റിലീസ് ചെയ്യും. ഇമ്യൂണോഗ്ലോബിൻ ഇ നമ്മുടെ ശരീരത്തിലെ മാസ്റ്റ് സെല്ലിൻ്റെ മെംബ്രെയിനിൽ, ഔട്ടർ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്റ്റേജിൽ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 1 ആദ്യത്തെ സ്റ്റേജിൽ നടക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഈ സെയിം ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ ആൻറ്റിജൻ മാസ്റ്റ് സെല്ലിൽ ഓൾറെഡി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇമ്യൂണോഗ്ലോബിൻ ഇയുമായി ക്രോസ് ലിങ്ക് ചെയ്യും. മെംബ്രെയിൻ ബൗണ്ട് IgEയിൽ ആൻറ്റിജൻ ക്രോസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മാസ്റ്റ് സെല്ല് ഹിസ്റ്റമിൻ എന്ന കെമിക്കൽ റിലീസ് ചെയ്യും. ഹിസ്റ്റമിൻ നമ്മുടെ ശരീരത്തിൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കും, വാസോ ഡയലേഷൻ അതുപോലെ എഡിമ ഉണ്ടാക്കും. ഇത് അലർജി അല്ലെങ്കിൽ അനാഫിലാക്സിസിലേക്ക് ലീഡ് ചെയ്യും. ഇതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഫസ്റ്റിൽ സംഭവിക്കുന്നത്. സോ A stands for antigen, H stands for human body, C stands for cross link with IgE bounded mast cell, then H stands for histamine, and last A stands for anaphylaxis, allergy or atopy. Then second, hypersensitivity 2. ഹൈപ്പർസെൻസിറ്റിവിറ്റി 2ഉം 3ഉം നമുക്കൊരു ചെറിയ നെമോണിക് സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാം. ഈ സ്റ്റോറിയിൽ മെയിനായിട്ട് 3 കഥാപാത്രങ്ങളാണ്. 2 ഇൻസ്പെക്ടർ ജനറൽസും ഒരു ക്രിമിനലുമാണ്. ഇൻസ്പെക്ടർ ജനറൽ ഗോപാൽ, ഇൻസ്പെക്ടർ ജനറൽ മോഹൻ ആൻഡ് നൊട്ടോറിയസ് ക്രിമിനൽ, ഒരു തീഫ്. നെമോണിക് എറ്റ് ഹോം IG ഗോപാൽ ആൻഡ് IG മോഹൻ റിസീവ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം എ നൊട്ടോറിയസ് ക്രിമിനൽ. ഇവിടെ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗിഫ്റ്റ്, ബ്രൈബ്. സോ ലെറ്റ് us expand this. At means antigen, home means human body, IG Gopal and IG Mohan means IgG and IgM. Receive means receptor of cell. Complement means complement activation. Notorious criminal means natural killer. So hypersensitivity to cytotoxic ആണ്, damage of own cell by the antibodies. So hypersensitivity 2നെ അതുകൊണ്ട് നമുക്ക് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം. നമുക്കറിയേണ്ട നെമോണിക് അഹിർക്കൻ. A stands for antigen, H stands for human body, I stands for IgG and IgM, then C stands for cell receptor, C stands for complement activation, അതിനെയാണ് സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് പറയുന്നത്. then N stands for natural killer of cell activation. ഹൈപ്പർ സെൻസിറ്റിവിറ്റി 2ൽ ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇമ്യൂണോഗ്ലോബിൻ Gയും Mഉം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ IgGയും IgMഉം സെല്ലിൻ്റെ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് അവ ഒരു കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സൈറ്റോടോക്സിക്
ആക്ഷനിലൂടെ ആ സെല്ലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി തേർഡ്. നമുക്ക് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. IG ഗോപാൽ, IG മോഹൻ ആൻഡ് നോട്ടോറിയസ് ക്രിമിനൽ 3 പേരെയും ബൈൻഡ് ടുഗദർ ആൻഡ് ഡിപ്പോസിറ്റഡ് ഇൻ എ സെല്ല്. ഒരു ജയിലിൽ ഇവരെ 3 പേരെയും അടക്കുവാണ്. ദേ ആക്ടിവേറ്റഡ് കോംപ്ലിമെൻറ്റ് ടു അട്രാക്ട് ന്യൂ പോലീസസ് ആൻഡ് എൻകറേജ്ഡ് ദം ടു റിലീസ് ആൻഡ് ഡെസ്ട്രോയിഡ് ദ സെല്ല്. അവർ വീണ്ടും കോംപ്ലിമെൻറ്റ് കൊടുത്തിട്ട് മറ്റ് പോലീസിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവരെ എൻകറേജ് ചെയ്തു, അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സെല്ല് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതാണ് നെമോണിക്സ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ IG ഗോപാൽ, IG മോഹൻ ആൻഡ് എ നോട്ടോറിയസ് ക്രിമിനൽ ബൈൻഡ് ടുഗദർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ എ സെല്ല്. കോംപ്ലിമെൻറ്റ് activated to attract the new polices and encouraged them to release and destroy the cell. So let us expand. Hypersensitivity 3 immune complex എന്നാണ് യൂണിവേഴ്സൽ നെമോണിക്. സോ IG ഗോപാൽ, IG മോഹൻ ആൻഡ് നോട്ടോറിയസ് ക്രിമിനൽ ബൈൻഡ് ടുഗദർ. ആ I സ്റ്റാൻഡ്സ് ഫോർ ഇമ്മ്യൂൺ കോംപ്ലക്സ്. ഡിപ്പോസിറ്റഡ് ഇൻ എ സെല്ല് അല്ലെങ്കിൽ പ്രിസൺ. സോ ഡിപ്പോസിറ്റഡ് സെല്ല് എന്നുള്ളത് കോംപ്ലക്സ് ഡിപ്പോസിറ്റ്. കോംപ്ലിമെൻറ്റ് ആക്ടിവേറ്റഡ് എന്നുള്ളത് കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ. അട്രാക്ഷൻ ഓഫ് ന്യൂ പോലീസസ് എക്സ്പാൻഡ് അട്രാക്ഷൻ ഓഫ് ന്യൂട്രോഫിൽസ്. എൻകറേജ്ഡ് ടു റിലീസ് എക്സ്പാൻഡ്സ് എൻസൈം റിലീസ്. ഡിസ്ട്രോയിഡ് ദ സെൽ എക്സ്പാൻഡ്സ് ഡിസ്ട്രോയിഡ് ദ എൻഡോത്തീലിയൽ സെൽസ്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി 3യിൽ ആൻറ്റിജൻ വെൻ എൻ്റർ ഇൻ ടു ദ ഹ്യൂമൻ ബോഡി അവർ ടുഗദർ ഹ്യൂമൻ ബോഡിയിൽ ആൻറ്റിജനും IgGയും IgMും ബൈൻഡ് ടുഗദർ. അതിന് ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് അവരൊരു കോംപ്ലക്സ് ഡിപ്പോസിറ്റ് ഇൻ വേരിയസ് ടിഷ്യൂസ്, യൂഷ്വലി ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ദ ബ്ലഡ് വെസൽസും മറ്റ് ഓർഗൻസിലാണ് ഇവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു കോംപ്ലിമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യും ആ പർട്ടിക്കുലർ ഡിപ്പോസിറ്റ് ചെയ്ത ടിഷ്യൂവിൽ. ദെൻ ദേ അട്രാക്ട് ദ ന്യൂട്രോഫിൽസ്. ദെൻ ന്യൂട്രോഫിൽസ് റിലീസ് ദ എൻസൈംസ്. ആ എൻസൈം ആ പർട്ടിക്കുലർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യും. ഡിസ്ട്രോയ് ദ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ദ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അഹിക്കൻഡ് AHICCANED. So you can see the immune complex in the diagram. Then you can see the complex deposit, especially the basement membrane of the wall of the blood vessels. Then complement activate ചെയ്യും, ന്യൂട്രോഫിൽസിനെ അട്രാക്ട് ചെയ്യും, ന്യൂട്രോഫിൽസ് എൻസൈം സെക്രീറ്റ് ചെയ്യും, ആ എൻസൈം സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. Then last one, hypersensitivity 4. വളരെ താമസിച്ച റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് യൂണിവേഴ്സൽ നെമോണിക് ഡിലേഡ് ആണ്. ഹൈപ്പർ സെൻസിറ്റീവ് 4ൽ സെൽ മീഡിയേറ്റഡ് ആണ്. സെല്ലാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ആൻറ്റിബോഡി ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻറ്റിബോഡി സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല ഇവിടെ. സോ നെമോണിക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അഹക്കാഡ്. A സ്റ്റാൻഡ്സ് ഫോർ ആൻറ്റിജൻ, H സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ ബോഡി, A സ്റ്റാൻഡ്സ് ഫോർ ആൻറ്റിജൻ സെൻസിറ്റൈസ്ഡ് T സെൽസ്, C സ്റ്റാൻഡ്സ് ഫോർ സൈറ്റോകൈൻ റിലീസ്, A സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവേറ്റ് മാക്രോഫേജസ്, D സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് ടാർഗറ്റ് സെൽസ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി 4ൽ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ പ്രവേശിക്കുമ്പം അവ T സെൽസിനെയും അതുപോലെ CD8 സെൽസിനെയും സെൻസിറ്റൈസ് ചെയ്യുവാണ്. ദെൻ T സെൽസ് മോസ്റ്റ് പ്രോബബ്ലി അത് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുവാണ്. സൈറ്റോകൈൻസ് മാക്രോഫേജസിനെ അട്രാക്ട് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. മാക്രോഫേജസ് ആണ് ടാർഗറ്റ് സെല്ലിനെ എയ്തർ റിമൂവ്, ഡെസ്ട്രോയ് അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക. സോ ഇതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി 1, 2, 3 and 4. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ചിലപ്പം ഇമെയിൽ ഐ ഡി ചോദിക്കും. ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പാസ്വേഡ് അടിക്കുമ്പം അത് സബ്സ്ക്രൈബ് ആവും. സബ്സ്ക്രൈബ് ആയി കഴിയുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ നിങ്ങൾക്ക് കാണാം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമി.